വീണ്ടും ഒരു വിദ്യാർത്ഥിയുടെ മരണം. കൊച്ചിയിലാണ് സംഭവം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ അതായത് കുസാറ്റിൽ നടുക്കിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിനിയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്യാമ്പസിന് പുറത്തുള്ള സ്വകാര്യ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നഗരത്തെയും സർവകലാശാല സമൂഹത്തെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളുടെ വാർത്ത കേൾക്കുമ്പോൾ അവരുടെ മൊഴി അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. എറണാകുളം പുതുവൈപ്പ് സ്വദേശിനിയും സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിനിയുമായ ദർശനയാണ് മരണപ്പെട്ടത്. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ദർശനയുടെ മൃതദേഹം കണ്ടെത്തിയത്. പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് സഹപാഠികൾക്കും അധ്യാപകർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ദർശനയെ അലട്ടിയിരുന്നതായി സുഹൃത്തുക്കൾ മൊഴി നൽകുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാഡമിക് തലത്തിലുള്ള പ്രശ്നങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണമാണോ ഈ കടുത്ത തീരുമാനത്തിലേക്ക് ദർശനയെ നയിച്ചതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നതും. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ക്യാമ്പസിനുള്ളിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ ദാരുണ സംഭവം തുടക്കമിട്ട് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷകളുടെ ഉന്നത പഠനത്തിലെത്തിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാതി വഴിയിൽ പൊലിഞ്ഞത് പുതുവൈപ്പിലെ അവളുടെ നാടിനും കുടുംബത്തിനും താങ്ങാനാവാത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഓരോ തവണയും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതെല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ ബുദ്ധിയുള്ളവരും ഇന്നത്തെ തലമുറയിൽ ഒട്ടും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കുട്ടികളുമാണ് വരുന്നത്. എന്നാൽ അവർ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താണ് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചു പോകുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഓരോ തവണയും ഈ ഒരു വാർത്തയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കൊപ്പം തന്നെയുള്ള വാർത്ത പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം. പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഇത്തരത്തിലെ വാർത്ത. ഇപ്പോൾ വിദ്യാർത്ഥികളായി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഒരു ദാരുണ അന്ത്യമായി മാറുകയും അത് തന്നെ ഓരോരുത്തരെയും ബാധിക്കുകയും ചെയ്യുകയാണ്. ഓരോ തവണയും ഇത്തരത്തിലുള്ള ബാധിപ്പുകൾ ഉണ്ടാകുന്നത് ശക്തമായ നിലപാടില്ലായ്മ അല്ലെങ്കിൽ ശക്തമായ നിലപാട് പുറത്തു പറയാത്തതിൻ്റെ പേരിലാണ്. അവർക്കുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ പുറത്തു പറയാതെ ഉള്ളിലൊതുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.